800 ചില്ലാനം കൊല്ലം മുമ്പ് ഇന്ത്യയിലേക്ക് ഒരു ശ്രേഷ്ഠൻ വന്ന് 1900-ലേറെ കൊല്ലം മുമ്പ്. അത് മറ്റാരുമല്ല, അൽ ഹസനു സഞ്ചരി ഖാജ. അൽ ഹസനു സഞ്ചരി ഖാജ ഇവിടെ വരുമ്പോൾ ഒരു ദിർഹം കയ്യിലില്ല, പക്ഷേ ആയിരക്കണക്കായ ആളുകൾക്ക് ദിവസം വിരുന്ന് കൊടുക്കും. എവിടുന്ന് കിട്ടും ആർക്കും അറിയില്ല, എങ്ങനെ കൊടുക്കുന്നു ആർക്കും അറിയില്ല. അതുകൊണ്ട് പേര് കിട്ടി ഖാജ ഗരീബ് നവാസ്. മഹാനായ ഖാജയുടെ കൂടെ ഇരുന്ന അല്ലാഹുവിനെ തിരിയും. അത് വല്ലാത്തൊരു തിരിയലാണ്, അത് വല്ലാത്തൊരു ആനന്ദമാണ്. തഹരാഖട്ടിലെ രാജാവിന്റെ പൊന്നുമോളായ സുന്ദരി കുലുസായ 16-17 വയസ്സുള്ള പെണ്ണ് പറഞ്ഞില്ലേ, എന്നെ കല്യാണത്തിന് ഞാനില്ല, ഇനി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഖാജയായല്ല എന്നെ കല്യാണം കഴിക്കുകയും വേണ്ട. അന്ന് ഖാജക്ക് വയസ്സ് 50-ൽ ചില്ലാനമുണ്ട്. അന്നാണ് ഖാജ താരാഖട്ടിലെ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചത്. അതിൽ ഖാജക്ക് കുട്ടികളും ഉണ്ടായി. ചിന്തിക്ക്, അതൊരനുഭൂതിയാണ്. പിന്നീടും മനസ്സുകൊണ്ട് ഖാജയെ ഭരിച്ചവർ ഇവിടെ ഉണ്ടായില്ലേ. മനുഷ്യന്റെ വലിപ്പത്തരം അവന്റെ റബ്ബിനെ കണ്ടെത്തുക എന്നതാണ്. അതിന്റെ അപ്പുറം ഒരു വലിപ്പത്തരം മനുഷ്യനില്ല. അതെങ്ങനെ ചിലപ്പോൾ സുഹബത്ത് കൊണ്ട്, ചിലപ്പോൾ ഖിറാഅത്ത് കൊണ്ട്, ചിലപ്പോൾ തഅല്ലുമു കൊണ്ട്, ചിലപ്പോൾ സുഹബത്ത് മുജാവറത്ത് കൊണ്ട്. അതെങ്ങനെയാ പടച്ചോനെ കണ്ടെത്തൽ? എങ്ങനെയാ? കണ്ടെത്തിയവരുടെ കൂടെ നടക്കുക, അവരുടെ സദസ്സിൽ ഇരിക്കുക. ഇവിടെ നേരത്തെ ഉദ്ഘാടന സംസാരത്തിൽ പറഞ്ഞതുപോലെ, അബേറ്റും മൂറമായി പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല. خمسة فتلاوة بتدبر المعنى وللبطن الخلا وقيام ليل والتضرع بالسحر ومجالسات صالحين الفضلاء. سبحان الله. ودواء قلب خمسة. ഹൃദയം നന്നാക്കാനുള്ള മരുന്ന് 5 എണ്ണമാണ്. ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന. സ്രഷ്ടാവായ അല്ലാഹുവിന്റെ കാര്യത്തിൽ ആഴത്തിൽ ആലോചിച്ച് ഖുർആനോട്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങോട്ട് ഇറങ്ങുക. അപ്പോൾ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത് ഉറപ്പ്. നാടന്മാരിനോട് പറഞ്ഞിട്ടുണ്ട്, അർത്ഥം അറിയാത്ത നാടന്മാരിനോട് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിന്തിക്കണം, ഖുർആനിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുക, അർത്ഥം അറിഞ്ഞ്. ചിലപ്പോൾ അർത്ഥം അതിന്റെ വഴിയിലൂടെ അല്ലാഹു മുൽഹിമായ റബ്ബ് ഇൽഹാമായ അബ്ദിനെ എത്തിച്ചു തരികയും ചെയ്യും. ആത്മാർത്ഥത പുലർത്തിയാൽ മതി. റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയോട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കും. വലിൽ ബത്നിൽ ഖലാ. തിന്നലും തിന്നാനുണ്ടാക്കുന്നതും കുറക്കുക. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. അത്താഴയാമങ്ങളിൽ പൊട്ടിക്കരഞ്ഞ് ദുആ അല്ലാഹുവോട് വിനയാന്വിതനാക്കി കരയുക. പിന്നേതാ വമുജാലസാതു സാലിഹീനൽ ഫുളലാ. അല്ലാഹുവിനോട് അറിഞ്ഞ ഫുളലാ ശ്രേഷ്ഠന്മാർ. മനുഷ്യന്റെ ശ്രേഷ്ഠത പണമുണ്ടാക്കുന്നതിലല്ല, അത് അബൂജഹലിന്റെ ശ്രേഷ്ഠതയാണ്. അത് ആസ് ബിൻ വായിൽ ലഅനത്തുല്ലാഹി അലൈഹിയെ പറ്റിയല്ലേ ഖുർആൻ പറഞ്ഞത്? വൈലുൽ ലികുല്ലി വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസത്തിൻ അല്ലദീ ജമഅ മാല നസലത ബിആസ് ബിൻ വായിൽ ലഅനത്തുല്ലാഹി അലൈഹി. ലഅനത്തുല്ലാഹി അലൈഹി വറകബറ ലഅനത്തുല്ലാഹി അലൈഹി. ആസ് ബിൻ വായിൽ എന്ന മക്കയിലെ ധനാഢ്യൻ പണണ്ടാക്കൽ മാത്രം തൊഴിലാക്കിയ മുതലാളിയെ ആക്ഷേപിച്ചുകൊണ്ടിറങ്ങിയ സൂറത്താണ് ഏത്? സൂറത്തുൽ ഹുമസ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസത്തിൻ അല്ലദീ ജമഅ മാലൻ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അതിങ്ങനെ സുഖത്തിൽ ഇങ്ങനെ എണ്ണണം. എണ്ണ ഒന്ന് അങ്ങോട്ട് തുപ്പലാക്കി എണ്ണ, ഒന്ന് ഇങ്ങോട്ട് എണ്ണ, അങ്ങോട്ട് എണ്ണ കൊണ്ടയച്ചത് പിന്നെ ഒന്നും കൂടി എണ്ണ. ഇതന്നെ ഈ പണമാണ് എന്നെ നിലനിർത്തുന്നത് എന്ന് ധരിക്കുക. ഇത് അള്ളാഹു അത്തരം ആളുകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ മാലിന്റെ പിന്നാലെ നടന്നിരുന്ന ആളാരാ? ബദർ യുദ്ധത്തിന് പോലും പോകാത്ത ഒരാൾ ഉണ്ടായിരുന്നല്ലോ മക്കത്ത്. എന്ത്? പണം നഷ്ടപ്പെട്ടു പോകും, ആ ദിവസത്തെ വരുമാനം കുറയും. അയാൾ ആക്ഷേപിച്ച് അടുത്ത സൂറത്തിറങ്ങി. ഏത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു
ബദർ യുദ്ധത്തിന് അയാൾ പോയില്ല. അയാൾ ബദർ യുദ്ധത്തിന് പോയില്ല. എന്തുകൊണ്ട്? ബദർ യുദ്ധത്തിൽ പോയാൽ ആ ദിവസം മക്കാബാലയത്തിൽ വലിയ മേൽശാന്തിക്കാരനായിരുന്നു അയാള്. കഅബാലയത്തിൽ പണമായും നേർച്ചകളായും നൈവേദ്യമായും വരുന്ന എല്ലാ വരുമാനത്തിന്റെയും 3/4 ഭാഗം അയാളാണ് കൊണ്ടുപോയിരുന്നത്. ചിലപ്പോൾ നേരിട്ടെടുക്കും, ചിലപ്പോൾ കട്ടെടുക്കുകയും ചെയ്യും. എന്നിട്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കും. അതുകൊണ്ടാണ് അവന്റെ പണം അവന്റെ ആവശ്യത്തെ പരിഹരിച്ചില്ല. അപ്പോൾ മനുഷ്യന്റെ മഹത്വം അവന്റെ ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞാൽ പണത്തിന് അടയിരിക്കുന്നവരല്ല. 800 ചില്ലാനം കൊല്ലം മുമ്പ് ഇന്ത്യയിലേക്ക് ഒരു ശ്രേഷ്ഠൻ വന്ന് 900-ലേറെ കൊല്ലം മുമ്പ്, അത് മറ്റാരുമല്ല അൽ ഹസനു സഞ്ചരി ഖാജ. ഇവിടെ വരുമ്പോൾ ഒരു ദിർഹം കയ്യിലില്ല, പക്ഷേ ആയിരക്കണക്കായ ആളുകൾക്ക് ദിവസം വിരുന്ന് കൊടുക്കും. എവിടുന്ന് കിട്ടും ആർക്കും അറിയില്ല, എങ്ങനെ കൊടുക്കുന്നു ആർക്കും അറിയില്ല. അതുകൊണ്ട് പേര് കിട്ടി ഖാജ ഗരീബ് നവാസ്, മഹാനായ ഖാജ. ഖാജയുടെ കൂടെ ഇരുന്ന അല്ലാഹുവിനെ തിരിയും. അത് വല്ലാത്തൊരു തിരിയലാണ്, അത് വല്ലാത്തൊരു ആനന്ദമാണ്. തഹരാഖട്ടിലെ രാജാവിന്റെ പൊന്നുമോളായ സുന്ദരിക്കുലുസായ 16-17 വയസ്സുള്ള പെണ്ണ് പറഞ്ഞില്ലേ, എന്നെ കല്യാണത്തിന് ഞാനില്ല, ഇനി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഖാജയായല്ല എന്നെ കല്യാണം കഴിക്കുകയും വേണ്ട. അന്ന് ഖാജക്ക് വയസ്സ് 50-ൽ ചില്ലാനമുണ്ട്. അന്നാണ് ഖാജ താരാഖട്ടിലെ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചത്. അതിൽ ഖാജക്ക് കുട്ടികളും ഉണ്ടായി. അതൊരനുഭൂതിയാണ്. പിന്നീടും മനസ്സുകൊണ്ട് ഖാജയെ ഭരിച്ചവർ ഇവിടെ ഉണ്ടായില്ലേ. ഷാജഹാന്റെ മകൾ ജഹനാര എന്നൊരു പെണ്ണുണ്ടായിരുന്നു. ഖാജ മരിച്ചിട്ട് നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ട്, നൂറ്റാണ്ട് പലത് കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ വരുന്നത്. പക്ഷേ മുരീദത്തു ഖാജ, ഖാജയെ ഉദ്ദേശിച്ച് ജീവിച്ച പെണ്ണായിരുന്നു ജഹനാര. ജഹനാര മരിച്ചപ്പോൾ ജഹന വരെ വസിയത്ത് ചെയ്തു, എന്നെ രാജകുമാരിമാർ മരിച്ചു കിടക്കുന്ന ഖബറിന്റെ കൂട്ടത്തിൽ എന്റെ ഖബർ വെക്കരുത്, സ്വാലിഹീങ്ങളെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യണം. എൻ്റെ പുറത്ത് ഇത് ഇന്നാലിന്ന മലിക്കത്തിന്റെ ഇന്നാലിന്ന രാജകുമാരിയുടെ ഖബറാണ് എന്ന് എഴുതി വെക്കരുത്. ഖബർ മുരീദത്തി ഖാജ, ഇത് ഖാജയുടെ മുരീദത്തിന്റെ ഖബറാണെന്ന് എഴുതി വെച്ചാൽ മതി എന്ന് ജഹനാര. ആരുടെ മകൾ? ഷാജഹാന്റെ മകൾ. ആരാ ഷാജഹാൻ? ഷാജഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷാജഹാനെ പോലത്തെ ഒരു പണക്കാരൻ ഭൂമിയിലില്ല എന്നാണ് ചരിത്രം. ഷാജഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷാജഹാനെ പോലെ ഒരു പണക്കാരനില്ല എന്ന് എല്ലാം ചരിത്രകാരന്മാർ മുഴുവനും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ പണക്കാരൻ MP വീരേന്ദ്രകുമാറിന് ഹൈമവദ ഭൂവിൽ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പോലും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഷാജഹാൻ ജീവിച്ചിരുന്ന കാലത്ത് ഷാജഹാനെ പോലെ പണക്കാരൻ ഒരാൾ ഭൂമിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുംതസ് മഹലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി താജ്മഹൽ പണിതെടുക്കാൻ കഴിഞ്ഞത്. അത്ര വലിയ പണക്കാരനായിരുന്നു. ആ പണക്കാരന്റെ പൊന്നുമോൾ പറഞ്ഞ് ഖബർ മുരീദത്തി ഖാജ, ഖാജയുടെ മുരീദത്താണെന്ന് ഖബറിന്മേൽ എഴുതണം. എന്തുകൊണ്ട്? ഖാജയെ ഓർക്കുന്നത് പോലും വലുതാണ്. ഒരു ഗേറ്റ് കിടക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുക. അതേത് ഗേറ്റാണെന്നറിയോ? അത് കേവലം നിസ്കാരമല്ല. നിസ്കാരം മരത്തിനുമുണ്ട്, നോമ്പ് ജീവികൾക്കുണ്ട്, മരങ്ങൾക്കുണ്ട്. പിന്നെന്താണ് മനുഷ്യന്റെ മഹത്വം? അത് മഅരിഫത്തുല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, മനസ്സ് തുറക്ക അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യനാകുന്നത് ഒരു അളവിൽ മാത്രമാണ്. അവൻ അല്ലാഹുവിനെ പറ്റി അറിയണം. അതാണ് അല്ലമൽ ഇൻസാന, ഉറക്കപ്പറ അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതാണ് അറിവ്, അതന്നെയാണ് അറിവ്, അതാണ് അറിവ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് അറിവ്, അതാണ് അറിവ്, അല്ലാഹുവിനെ പറ്റിയുള്ള അറിവ്. സ്വർഗം പോലുമല്ല, സ്വർഗം പോലുമല്ല, സ്വർഗം പോലുമല്ല. പിന്നെ സ്വർഗമൊക്കെ എന്തുപോലാന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കസിന് വരുന്നവർ ചെണ്ട മുട്ടും. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ നാടൻ സർക്കസ് ഉണ്ടാവും. കുട്ടിക്കാലത്ത്
കുട്ടിക്കാലത്തൊക്കെ മനുഷ്യനൊന്ന് പുറത്തിറങ്ങി നടന്നാലേ മനുഷ്യന് കുറച്ച് ദുനിയാവ് തിരിയുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എന്താ മനുഷ്യന്മാരെ അങ്ങനെ ഇരിക്കണം? നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിങ്ങൾ ഇല്ലേ? കേൾക്കണില്ലേ? മനസ്സിലാവണില്ലേ? പറയും മനുഷ്യന്മാരെ, മനസ്സിലാവണില്ലേ? സർക്കസിന് ഒരു പഴയ കാലത്തുണ്ടായിരുന്നു നാടൻ സർക്കസുകൾ. നമ്മൾ ഒരു അങ്ങാടിയിൽ, ചെറിയൊരു കൊച്ചങ്ങാടിയിലാണ് ഞാനും ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സർക്കസുകാർ വരും. സർക്കസുകാർ വന്നാൽ ആദ്യം തന്നെ സർക്കസുകാർ എന്താ ചെയ്യുക? ചെണ്ടമുട്ടും. എന്തിനാ ചെണ്ട മുട്ടുന്നത്? ചെണ്ട മുട്ടിയാൽ ആൾ വരും, ആളുങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ സർക്കസ് തുടങ്ങുള്ളൂ. പിന്നെ അവർ വളയത്തിൽ ചാടും, പിന്നെ അവർ നൂൽമൂടി നടക്കും. അതിനാദ്യം അവർ ചെയ്യുക, പറയും മനുഷ്യന്മാരെ, ചെണ്ട മുട്ടും. ചെണ്ട മുട്ടുന്നത് എന്തിനാ? അവർ ചെണ്ടക്കാരല്ല. ഇവർക്ക് ചെണ്ടൻ്റെ പണി അറിഞ്ഞിട്ടുമല്ല. ഇവർ ചെണ്ടപ്പണിക്ക് പോണവരുമല്ല. പിന്നെ അവർ എന്തിനാണെന്നറിയോ? ആൾ കൂടാനുള്ള പരിപാടിയാണ്. എന്ത്? പറയും മനുഷ്യന്മാരെ, ചെണ്ടമുട്ടൽ. അവിടെ സ്വർഗ്ഗമുണ്ട്, അതിൽ തിന്നാൻ പള്ളറച്ചുണ്ട്, നല്ല നല്ല പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ആ വഴിക്ക് തിരിയുള്ളൂ. കാരണം നമ്മൾ തിന്നുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ പഠിച്ചോനെ? തിന്നാനൊന്നും സ്വർഗത്തിൽ നിന്ന് വല്ലാതെ കിട്ടൂലെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഇജു പോയിക്കോ കുഞ്ഞായ്മത് എങ്ങനെ കാക്കണ്ടെന്ന് നമ്മൾ പറയുള്ളൂ. അതുകൊണ്ട് സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ല. അള്ളാന്റെ ആരിഫീങ്ങൾക്ക് സ്വർഗം ലക്ഷ്യമല്ല. ലക്ഷ്യമേതാ? മനുഷ്യനാവുക. എങ്ങനെ മനുഷ്യനാവും? അള്ളാഹുവിനറിയണം. അള്ളാഹിനറിയുമ്പോൾ മനുഷ്യനാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലെങ്കിൽ ജീവിയാകും. അൽ ഇൻസാനു ബൈനൽ ബശരിയ്യത്തി വൽ ഹയവാനിയ്യ. ചിലപ്പോൾ ജീവിയാവും, ചിലപ്പോൾ മനുഷ്യനാവും. അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കും. ചിന്തിക്കണം. തിന്നലും കുടിക്കലും ഭുജിക്കലും സുഖിക്കലും രമിക്കലും രസിക്കലും മനുഷ്യന്റെ മൗലിക ലക്ഷ്യമായാൽ അവൻ ജീവിയാണ്. അവൻ മനുഷ്യനല്ല. ഖുലൂബുൽ അവസ്ഥ എന്താവല മഖ്സൂദുഹും ജന്നാത്തു അദ്നി. സ്വർഗം പോലും എനിക്ക് ലക്ഷ്യമല്ല. റാബിഅനെ നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? അദവി ഖബീലയിലെ ഉപ്പാടൻ 4ാമത്തെ മകളായിരുന്നു റാബിഅ. 4ാമത്തെ മോളായത് കൊണ്ട് റാബിഅ എന്ന് പേരിട്ടു. റാബിഅ കൊച്ചുകുട്ടിയായപ്പോൾ തന്നെ അല്ലാഹുവിനെ വലിയ പിരിശം വെച്ച് റാബിഅ എപ്പോഴും പാട്ടുപാടി നടക്കും. ഷത്തുൽ അറബിൽ ഒരു തോണി ഉണ്ടായിരുന്നു ബാപ്പാക്ക്. ആ തോണി വാടക കൊടുത്തിരുന്നു. ബാപ്പ മരിച്ചപ്പോൾ പിന്നെ തോണിക്ക് വാടകയും കിട്ടാതെയായി. മരിക്കുന്നതിന് മുമ്പ് ബാപ്പ 4 മക്കളുണ്ട്. 4ാമളാണ് ഉമ്മയുണ്ട്. മരിക്കാനൊരുങ്ങിയപ്പോൾ ബാപ്പ ഭാര്യയെയും 4 കുട്ടികളെയും അടുത്ത് വരുത്തി ചോദിച്ചു, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ സബർ കൊണ്ട് ജീവിക്കും. അപ്പോൾ ചോദിച്ച്, നിങ്ങൾ പട്ടിണി കിടന്നാൽ വല്ല അരുതായ്മയും ചെയ്യൂ? അപ്പൊ ഉമ്മ പറഞ്ഞ്, അതിനുത്തരം ഏറ്റവും ചെറിയവൾ തന്നെ പറയട്ടെ. അവള് പറഞ്ഞു, ഉപ്പ, പരലോകത്ത് പോയി നരകത്തിൽ ക്ഷമിക്കുന്നതിനേക്കാൾ നല്ലത് ദുനിയാവിൽ ദാരിദ്ര്യത്തിൽ ക്ഷമിക്കുന്നതല്ലേ? കുഞ്ഞുമോളായ 7 വയസ്സായ റാബിഅയാണ് അല്ലാഹുവിന്റെ ഇസ്കിന്റെ ത്വരീഖത്ത് ഉദ്ഘാടനം ചെയ്തത് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ. ഒന്ന് പാരാവർക്കെ റാബിഅത്തുൽ അദവിയ്യ. അള്ളാഹിനെ പേടിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ ആരിഫീങ്ങൾ അള്ളാഹിനെ പേടിക്കുകയില്ല. എന്നാൽ പേടിക്കൂല. അള്ളാഹിനെ അറിഞ്ഞവർ പേടിക്കുക. അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്ന പേടിയാണ്, അല്ല നരകല്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ ചങ്ങാതിയുടെ മകളെ കല്യാണത്തിന് ദുബായിൽ നിന്ന് വരും. അത് ഒരുള്ള ചോറുന്നാൻ വേണ്ടി വരില്ല. എന്നാൽ ചോറിന് വേണ്ടി വന്നവനും ആ കല്യാണ പന്തലുണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചവന്. ചോറിന് വേണ്ടി 40,000 ഉറുപ്പ്യൻ്റെ ടിക്കറ്റ് എടുത്താൽ ഇതിനും വലിയ നഷ്ടണ്ട. എൻ്റെ ഒപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്തിനാണ് ദുബായിൽ നിന്ന് ചോറുന്ന് അങ്ങോട്ട് വരുന്നത്? ദുബായിൽ ചില ഹോട്ടലുകളുണ്ട് 24 മണിക്കൂർ തിന്നാൻ 100 റിയാൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. 100 ദിർഹം അവിടെ കൊടുക്കുക. എന്നിട്ട് ചില ആളുകൾ കാണും, ചില ആളുകൾ അവിടെ കമ്പ്യൂട്ടറും കൊണ്ടിരിക്കും. അവർക്ക് ചില പ്രൊജക്റ്റ് ചെയ്യാൻ ഉണ്ടാവും. അത് അവിടെ പോയി ഇരുന്ന് ഇവിടെ ഇരുന്ന് അതിനിടയ്ക്ക് ചായ കൊണ്ട് കൊടുക്കും, കഞ്ഞി കൊണ്ട് കൊടുക്കും. ഒരു ദിവസത്തിന് 100 150 എന്തോ ഒരു പൈസ എന്നോട് എടുത്ത് എന്നെ കൊണ്ടുപോയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ഒരു ദിവസം ഹോട്ടൽ വാടക എടുത്തോരാ. മരത്തിൻ്റെ ഹോട്ടലും അവിടെ ഇവിടെയും ഇങ്ങനെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ പണിയെടുക്കും. അതിൻ്റെ ഇടയിൽ ചായ കൊടുക്കും.
ഒരു ദിവസത്തിന് 150 റുപ്യ, ഒരു ദിവസം 150 ദിർഹം കൊണ്ട് 100 ദിർഹം കൊണ്ട് ഒരു ദിവസം ഫുള്ള് ഭക്ഷണം കിട്ടുന്ന നാട്ടിൽ നിന്ന് 45,000 55,000 റുപ്യേൻ്റെ ടിക്കറ്റ് എടുത്ത് ചോറ് നാം വന്നാൽ ഇവനെപ്പോഴത്തെ വിട്ടിയാൽ നിങ്ങൾക്ക് പറഞ്ഞത് ഒന്ന് കൂടിത്തിരി മനുഷ്യന്മാരെ പറയും. മനസ്സിലാവുണ്ട് പറഞ്ഞത്. നമ്മളെ ചങ്ങാതിയുടെ മകളുടെയോ മകൻ്റെയോ കല്യാണത്തിന് ദുബായിൽ നിന്ന് നമ്മൾ 45,000 55,000 ടിക്കറ്റ് എടുത്ത് വരും. എന്തിന്? ചോറിനാണോ? പിന്നെന്താ ബന്ധം നഷ്ടപ്പെട്ടു. നമ്മളെ വരവ് വന്നിട്ടില്ല. പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് അസ്സലാമു അലൈക്കും കുഞ്ഞാമടെ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കൂല. നമ്മൾ കുറച്ചേരം അങ്ങനെ അങ്ങോട്ട് നോക്കിയാണ് നമ്മൾ പോകേണ്ടി വരും. മനസ്സിലായോ പറഞ്ഞത്? എന്തുകൊണ്ട്? ബന്ധം നഷ്ടപ്പെടുന്ന പേടി. ഇതാണ് ആരിഫ്യങ്ങളെ പേടി. നരകം ഒരുക്കോ ഒന്നുമല്ല. ഒന്നൊന്ന് നോക്കിയാൽ നരകം കരിഞ്ഞു പോകും. പിന്നുണ്ടോ നരകോ എന്റെ ഫാത്തിമയെ കണ്ടാൽ നരകം തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ടാണ് ഫാത്തിമ എന്റെ ഫാത്തിമ നരകത്തെ തകർത്ത് കളയുന്ന പെണ്ണാണ്. എന്റെ ഫാത്തിമയെ കണ്ടാൽ നരകം തകർന്നു പോകും. അതുകൊണ്ടാണ് ഫാത്തിമ എന്ന് പേര് വെച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. അപ്പോൾ അവരെ പേടിയണ്ട. ആരിഫ്യങ്ങൾക്ക് പേടിയുണ്ടാവും. അറിഞ്ഞവർക്ക് പേടിയണ്ട. നരകത്തെ ചാടുന്ന പേടിയല്ല, അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുമോ എന്ന പേടി. അതിന് അള്ളാഹിനെ തിരിയണം. തിരിയാതെ തിരിയണം. തിരിയില്ല എന്ന് തിരിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് അള്ളാഹു ഇറക്കിയ കിതാബാണ് പരിശുദ്ധ ഖുർആൻ. അതിന് അള്ളാഹു ഇറക്കിയ 1,24,000 ആളുകൾക്കാണ് അമ്പിയാക്കൾ എന്ന് പറയാ. അല്ലാതെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ഇറക്കിയതല്ല. ഈ മരങ്ങളൊക്കെ നിസ്കരിക്കാൻ ഏത് നബിയെ പറഞ്ഞ്? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ നാട്ടിലുണ്ടോ? നിങ്ങളിവിടെ നാട്ടിലുണ്ടോ എന്ന എൻ്റെ ചോദ്യം. നിങ്ങളിപ്പോൾ ഇവിടെ നാട്ടുകല്ലിൽ തന്നെ ഉണ്ടോ? നിങ്ങൾ നാട്ടുകല്ലിലുണ്ടോ? പറയും. നിങ്ങൾ നാട്ടുകല്ലിലുണ്ടോ? നിങ്ങളിവിടെ സദസ്സിലുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ കാണുന്ന മരങ്ങളൊക്കെ നിസ്കരിച്ചിട്ടില്ലേ? ഇവരെ മദ്രസയിൽ ചേർത്തോ? പറയും മനുഷ്യന്മാര്. ഇവർക്ക് സിലബസ് ഉണ്ടോ? ഇവർക്ക് പരീക്ഷ ഉണ്ടോ? ഇവർക്ക് പ്രായപൂർത്തി ഉണ്ടോ? ഒരു ജനിക്കണേ നിസ്കരിച്ചുകൊണ്ടാ? ഇവർക്ക് നബി ഉണ്ടോ? നബി വന്ന എന്തിനാ? നിസ്കരിപ്പിക്കാനോ? പോയി പണി നോക്കി മനുഷ്യന്മാർ. ചിന്തിക്ക്. ഒന്നും വിചാരിക്കരുതട്ടാ. വിട്ടിത്തരത്തിലേക്ക് മനുഷ്യ നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്ന നബിയല്ല ഇത്. ഒന്നും വിചാരിക്കരുതട്ടാ. ഞാൻ ചെറുപ്പക്കാരിൻ്റെ കുട്ടികളിൻ്റെ ഒതുങ്ങുന്നവരോടാ പറഞ്ഞത്. ഒന്നും വിചാരിക്കരുത്. ചിന്തയിൽ വന്ന അബദ്ധങ്ങൾ. മനുഷ്യ നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്ന നബിയല്ല. എന്നാൽ നിസ്കരിച്ചില്ലേ? നിസ്കരിച്ചു. എപ്പോൾ? മെഹറാജിൽ നിസ്കരിച്ച്. മെഹറാജ് ഉണ്ടായാലേ നിസ്കാരത്തിന് വിലയുള്ളൂ. അല്ലാഹുവിലേക്ക് കയറിയാലേ നിസ്കാരത്തിന് വിലയുള്ളൂ. ഇല്ലെങ്കിലോ അതിരിക്കലും കിടക്കലുമാണ്. അതിന് വിലയില്ല. അത് മനുഷ്യന്റെ നിസ്കാരവും മരത്തിന്റെ നിസ്കാരവും വ്യത്യാസമുണ്ട്. മരത്തിന്റെ ചില ഹയത്തുകളും ദിക്റുകളുമാണ് അതിന്റെ നിസ്കാരമെങ്കിൽ മനുഷ്യന്റെ നിസ്കാരം അറിവാണ്. ആ അറിവിൽ നിന്ന് ഉത്ഭൂതമാകുന്ന നിസ്കാരമാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന നബിയാ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മിഅ്റാജ് മുതലായി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ أقصى الذي باركنا حوله لنريه من آياته ثم لنريه من آياتنا ثم صلى بعد رؤيته عن آياتنا ثم صلى ثم عرف أن ربه تعالى يستحق أن يصلى لما رآه آياته الكبرى سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. അപ്പം മനസ്സിലായി ഇത് നിസ്കരിക്കപ്പെടേണ്ട റബ്ബാണ്. അതറിഞ്ഞു എന്നിട്ട് നിസ്കരിച്ചു. അതാണ് അഞ്ചാമത്തെ നിസ്കാരം. മിഅ്റാജിന് ശേഷമല്ലാത്ത നിസ്കാരം ഫലം ചെയ്യൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ കൂടെ വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ മിഅ്റാജിലാകണം. മിഅ്റാജ് എന്നാൽ മഅരിഫത്താണ്. അള്ളാഹിനെ തിരിയണം. അതിനൊരു കിതാബ് ഇറക്കിയതാണ്. എന്ത്? ഖുർആൻ. അറിവ്. അള്ളാഹിനെ പറ്റി അറിഞ്ഞിട്ട് നിസ്കരിക്കണം. ഒരു സദാ സമയം നിസ്കാരത്തിലായിരിക്കും. അവർ സദാ നിസ്കാരത്തിലായിരിക്കും. അള്ളാഹുവിന്റെ അബ്ദിന്റെ നിസ്കാരം, ആരിഫിന്റെ നിസ്കാരം ഉണർച്ചയും ഉറക്കവുമെല്ലാം ഇല്ല. എന്താ മനുഷ്യന്റെ വാതിലേതാ? മനുഷ്യത്വത്തിന്റെ വാതിൽ മഅരിഫത്താണ്. മഅരിഫതുഹു അൻ റബ്ബിഹി, റബ്ബിനെ അറിയലാണ്. ചിന്തിക്ക്.
അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അവരിൽ നിസ്കാരം ഒരു വഖത്തുള്ളവരുണ്ട്, 5 വഖത്തുള്ളവരുണ്ട്. അല്ലദീന അൻഅംത അലൈഹിം ഒരു വഖത്ത് നിസ്കാരമുള്ളവരുണ്ട്, നോമ്പില്ലാത്തവരുണ്ട്. നോമ്പില്ലാത്ത അമ്പിയാക്കളുണ്ട്, പക്ഷെ മാരിഫത്തില്ലാത്ത അമ്പിയാക്കളില്ല. ചിന്തിക്കണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ മാർഗം ഏതാണ്? നിഅമ മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയലാണ്. അതിനേക്കാൾ വലിയ നിഅമത്തില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിഅമത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിനാ ഖുർആൻ? അല്ലാഹുവിനെ അറിയണം, ചിന്തിക്കണം, അല്ലാഹുവിനെ അറിയുക. ഇതിനാണ് ഖുർആൻ. ചിലപ്പോൾ ഖുർആൻ മുഴുവനും മനസ്സിലാകുന്നത് എങ്ങനെയാ? ചിലപ്പോൾ ഖുർആൻ പഠിച്ച് മനസ്സിലാവും, ചിലപ്പോൾ പഠിച്ചാൽ മനസ്സിലാവുകയില്ല. എന്തുകൊണ്ട്? പഠിച്ചത് ഒരു ആലിമാണെന്ന് പറയപ്പെടാൻ വേണ്ടി പഠിച്ച്, അപ്പോൾ പിന്നെ ഖുർആൻ മനസ്സിലാവുകയില്ല. എന്നാൽ മനസ്സിലാവും, പക്ഷേ മനസ്സിലാവുകയില്ല. ഗൗസുൽ ആലമിന്റെ നാട്ടുകാരനല്ലേ ഇബ്നു ശഖയും? ഇബ്നു ശഖ കാഫിറായി മരിച്ചില്ലേ? താർക്കികനായിരുന്നു, വലിയ മുജാദിലായിരുന്നു, വലിയ താർക്കികനായിരുന്നു ഇബ്നു ശഖ. ഇബ്നു ശഖ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഒരു കൂട്ടുകാരൻ ഇബ്നു ശഖയോട് ചോദിച്ച്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പോൾ പറഞ്ഞു, നസീതുഹാ, ആയത്ത് മുഴുവനും ഞാൻ മറന്നിട്ടുണ്ടില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന നേരത്ത് ഞാൻ മുസ്ലിമായെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിളിച്ചു പറയുന്ന ആയത്തല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്താ ഇബ്നു ശഖക്ക് പറ്റിയെന്നോ? വലിയ അറിവ് പഠിച്ച്, ഖുർആനും പഠിച്ച്, പിന്നെ പ്രഭുവിന്റെ മകളെ കെട്ടി പ്രഭു കാഫിറായിരുന്നു. അപ്പോൾ പണത്തിലും പെണ്ണിന്റെ ഉടലിലും ആകൃഷ്ടനായി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരേ ഉസ്താദ്, അവരുടെ ഉസ്താദ് ഹമാദെന്നോവർ, ഒരേ ഉസ്താദ്. ഒരു ഉസ്താദിൽ നിന്ന് ഒരു മഹാ ആരിഫ് ഉണ്ടായി, അതേ ഉസ്താദിൽ നിന്ന് ഒരു വലിയ ശൈത്താൻ ഉണ്ടായി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാൾക്ക് 2 ലക്ഷ്യം. ഒരാളെ ലക്ഷ്യം എന്താ? അല്ലാഹ്. മറ്റൊരു ലക്ഷ്യം എന്താ? അത് പണം ഉണ്ടാക്കുക, അതുകൊണ്ട് ആളാകുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? ചിന്തിക്ക്. ഖുർആൻ പഠിച്ചോണ്ട് പഠിക്കൂല, ഖുർആൻ പഠിച്ചോണ്ട് പഠിക്കൂല, ഞാൻ പഠിക്കാതിരുന്നോട് പഠിക്കാതിരിക്കൂല. ചിന്തിക്കുക. ഈ ഞാനൊരു സദസ്സിൽ പങ്കെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ ജിഫ്രി സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ഒരു കഥ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. ഇന്നലെ ഇന്നൊക്കെ എൻ്റെ മനസ്സിലെന്താണ്? ബഹുമാനപ്പെട്ട മമ്പറത്ത് തങ്ങൾ പാപ്പയുടെ കാലത്ത് മമ്പറത്ത് ഒരാളുണ്ടായിരുന്നു. അയാൾ മാറാപ്പ് കെട്ടി എന്നായിരുന്നു അയാളുടെ പേര്. മാറാപ്പ് കെട്ടി എന്ന് പറയുന്നിരുന്ന ഒരാളുണ്ടായിരുന്നു അത്രയും മമ്പറത്ത്. അയാൾ എന്തായി മാറാപ്പ് കെട്ടി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ആ കാലത്ത് വലിയ വലിയ തറവാട്ടുകാരിയായ പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്കോ പോകുന്ന സമയത്ത് 1 ആഴ്ച 2 ആഴ്ച നിൽക്കാനുള്ള വസ്ത്രങ്ങൾ പൊതിഞ്ഞ് കെട്ടിയിട്ട് കൊണ്ടുപോകും. ആ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ഏറ്റാൻ വലിയ തറവാട്ടുകാരി പെണ്ണുങ്ങളാകുമ്പോൾ ഒരാളൊപ്പം പോകും. അയാൾക്ക് ഇവിടുന്ന് വല്ല തിന്നാനും കൊടുക്കും, അവിടുന്ന് തിന്നാൻ കൊടുക്കും. അതിനാണ് ഇയാൾ പോണത്. അങ്ങനെ മാറാപ്പ് കെട്ടി എന്ന ഒരാളുണ്ടായിരുന്നു മമ്പുറത്ത്. അയാൾ ഇങ്ങനെ വല്ലതും കിട്ടിയാൽ അങ്ങനെ അയാൾക്ക് തിന്നാൻ കിട്ടും. പിന്നെ അയാളെ മമ്പുറത്തെ പുഴയുടെ പടവുമ്മൽ വന്ന് കിടക്കും. അവിടുന്ന് കുട്ടികൾ വെള്ളം തേക്കി കളിയാക്കും. മമ്പുറത്ത് തങ്ങൾ പാപ്പ പലയിടത്തും പലവട്ടം പറയാറുണ്ടായിരുന്നു അത്ര അയാളെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു ദിവസം ഒരു മജ്‌ലിസിലിരിക്കുമ്പോൾ മമ്പുറത്ത് ഉപ്പാപ്പ വിളിച്ചു ചോദിച്ചത്രേ, ഇന്നിവിടെ ഹറമിൽ നിസ്കരിച്ച ഒരാളുണ്ട്, പേര് പറഞ്ഞോളി. ഇന്ന് രാവിലെ സുബഹി നിസ്കാരം ഹറമിൽ നിസ്കരിച്ച ഒരാളുണ്ട്, വേഗം പറയണം. അപ്പോൾ ആളുകൾ ബേജാറായി. ചില ആളുകളെ പേര് പറയുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ആരും കൈയൊണ്ടിച്ചില്ല. തങ്ങളാപ്പ പിന്നെ മമ്പർത്തോപ്പാപ്പ മൗലദ്ദവിയില്ല പിന്നെ പറഞ്ഞു അത്രേ, ഇവിടെ ഇന്ന് സുബഹി നിസ്കരിച്ച് ഇന്ന് ഹറമിൽ സുബഹി നിസ്കരിച്ച ഒരാളുണ്ട്, പേര് പറഞ്ഞോളേ. പിന്നെ പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞേ, ഇല്ല മറ ഞാൻ പൊളിക്കും, പേര് ഞാൻ പറയും. അപ്പോൾ മാറാപ്പ് കിട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ
സദസ്സിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അത്രേ, തങ്ങളപ്പ എന്തിനാണ് മനുഷ്യനെ മാനം കെടുത്തുന്നത്? നമ്മൾ രണ്ടാളുമല്ലേ, ഞാൻ ഒറ്റക്കല്ലല്ലോ. ഇത് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഞാൻ പ്രസംഗിക്കുന്ന സദസ്സിൽ ഞാനും ഉണ്ട്. അയാൾ മാറപ്പെട്ടിയ, പക്ഷെ അയാൾ ആരിഫ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഇബ്നു ശഖ് ആലിമ എന്നിട്ട് നശിച്ചു. ലക്ഷ്യം എന്തായിരുന്നു? ഖുർആൻ പഠിച്ചത് എന്തിനു വേണ്ടിയാ? ദുനിയാവ് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മറ്റേ മാറാപ്പെട്ടിയ അയാൾ ആരിഫ. ചിന്തിക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ഒരു കിതാബ് ഇറക്കിയിട്ടുണ്ട്. ആ കിതാബ് അല്ലാഹുവിനെ പഠിക്കാനുള്ള കിതാബാണ്. നിസ്കാരം പഠിക്കാൻ പറഞ്ഞ നബിയിൽ നിന്നാണ്. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. അപ്പോൾ പിന്നെ എന്തിനാ ഖുർആൻ? അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം പഠിക്കാൻ പറഞ്ഞത് നബിയിൽ നിന്നാണ്. അപ്പൊ ഖുർആൻ എന്തിനാ? നിങ്ങളെൻ്റെ കൂടെ അല്ലേ? നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ? പറയും മനുഷ്യന്മാരെ, നിങ്ങളെൻ്റെ കൂടെ അല്ലേ? നിസ്കാരം പഠിക്കുവാൻ പറഞ്ഞത് ആരിൽ നിന്നാണ്? സ്വല്ലൂ 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 കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ എന്നിൽ നിന്നാണ് ഞാൻ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങളും നിസ്കരിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്നെ കണ്ടിട്ട് നിസ്കരിക്കണം. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി ലിഅന്നി ഉസല്ലി കമാ റഅയ്തു മിൻ ജിബ്രീൽ അലൈഹിസ്സലാം. അതായത് ജിബ്രീൽ നിസ്കരിച്ചതിൽ നിന്ന് നബി നിസ്കരിച്ചു. നബി നിസ്കരിച്ചിരുന്നു, സ്വഹാബത്ത് നിസ്കരിച്ചു, സ്വഹാബത്ത് നിസ്കരിച്ചു, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, നമ്മൾ മുൻഗാമികളിൽ നിന്ന് നമ്മൾ നിസ്കരിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ എന്തിനാ? ഖുർആൻ അല്ലമഹുല്ലാഹു മാ ലം യഅലം. ഖുർആൻ എന്തിനാ? ഖുർആൻ എന്തിനാ? ഖുർആൻ നമ്മെ പഠിച്ച ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനാണ്. അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ്. അവന്റെ ജലാലിനെയും ജമാലിനെയും തേടാനാണ്. അവന്റെ അഴകാണ്. ഈ കണ്ണെല്ലാം അള്ളാഹുവിന്റെ അഴകാണ്. എല്ലാം അള്ളാഹുവിന്റെ അഴകാണ്. ഒക്കെ അള്ളാന്റെ അഴകാണ്. ചിന്തിക്കണം. എല്ലാം അല്ലാഹുവിന്റെ അഴകാണ്. മണ്ണിൽ നിന്ന് ചിന്തിക്കണം. മണ്ണിൽ നിന്ന് പടച്ച മനുഷ്യന്റെ മഹത്വമാണ്. ചിന്തിക്കണം. മുത്ത് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഞാൻ ആകാശാരോഹണം നടത്തിയപ്പോൾ ഭൂമിക്ക് വേദനയായി, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന വേദനയിൽ വേപതു പൂണ്ടു നിന്നു ഭൂമി. ആരാണ് പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ. ലമ്മാ റജഅതു ഇലൽ അർളി, ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതാ സുബ്ഹാനല്ലാഹ് വർദുൻ അഹ്മറാൻ, പനിനീർ പുഷ്പം പുഞ്ചിരി തൂക്കി പുറത്തേക്ക് വന്ന്, അതിനെന്റെ വാസനയാണ്, പനിനീരിന് എന്റെ വാസനയാണ്. ആ സന്ദർഭത്തിൽ, ആ രാത്രിയുടെ യാമത്തിൽ പനിനീർ ചെടികൾ പൂട്ടില്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ. മൻ അറാദ യശ്മറായതി ഫലയശ്മ റീഹൽ വർദൽ അഹ്മരി, റീഹൽ വർദൽ അഹ്മരി. എന്റെ വാസന ആർക്കെങ്കിലും വാസനിക്കണമെന്നുണ്ടെങ്കിൽ അയാള് ചുവന്ന പനിനീർ ചെടിയുടെ പുഷ്പം വാസനിച്ചാൽ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഞാൻ ആകാശാരോഹണം നടത്തിയ രാത്രിയിൽ ഭൂമി ദുഃഖിച്ച് കിടന്നുവല്ലോ, ഇനി മുഹമ്മദ് തിരിച്ചു വന്നില്ലെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, എന്തായി പറയുന്നത്? അല്ലാഹുവേ, എന്തായി പറയുന്നത്? മുഹമ്മദുൻ ബശറുൻ ലകൽ ബശരി യഖൂതുൻ ഹജറുൻ ലകൽ ഹജരി. നടന്നു പോകുന്ന ഈ മണ്ണ് ആരിഫത്താണ്. മാമിൻ അമലിൻ ഉമില അലൈഹാ ഇല്ലാ വഹിയ മുഖ്ബിറ. അല്ലാഹുക്കെതിരായി എന്ത് ചെയ്താലും അത് നാളെ വന്ന് പറയും. അത് ആരിഫത്താണ്. യഹ്ഫളുൽ അല്ലാഹ്, ഭൂമിയെ സൂക്ഷിച്ചു കൊള്ളണേ, അത് ആരിഫത്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. ബേജാറാവും. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവർക്ക് പറ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു ഖുർആൻ ഹദീസൊന്നും പഠിച്ചിട്ടില്ല ഭൂമി, പക്ഷേ റസൂൽ മിഅ്റാജിന് പോയപ്പോൾ ഭൂമി ദുഃഖിച്ചു കിടന്നു അത്രേ. മുഹമ്മദ് മുസ്തഫനെ കാത്തിരുന്നാണ് മുഹമ്മദ് മുസ്തഫ ജനിച്ചത്. മുത്ത് മുഹമ്മദ് മുസ്തഫ പെട്ടെന്ന് പിന്നെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോയപ്പോൾ വേദനിച്ചു നിന്നു. മുഅ്മിനെ ചിന്തിക്കണം. അങ്ങനെയാ
ആകാശവും ഭൂമിയും ഒരിക്കൽ വാദപ്രതിവാദം നടത്തിയത്രേ. ആകാശം പറഞ്ഞു അലയ്യ മസ്കനുൽ മലായിക, എന്റെ മേലാണ് ഭൂമിയെ മലക്കുകളുടെ താമസം. അപ്പോൾ ഭൂമി പറഞ്ഞു ഫിയ ഖബ്റു മുഹമ്മദിൻ, ഉറക്കപ്പറവോ ഫിയ വഫീ ബത്നി ഖബ്റു മുഹമ്മദിൻ ലൗലാഹു ലം തുഖ്റജ് ദുനിയ മിനൽ അദമി. ആരിഫത്താണ് ഭൂമി. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അപ്പോൾ അല്ലാഹുവിനെ അറിയാൻ വേണ്ടി അറിയണം. അതിനുള്ള ക്ലാസ്സാണ് ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം എന്താണ്? ഈ ക്ലാസ് അള്ളാഹിനെ അറിയലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, ഉറക്കപ്പോൾ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊരു വഴിയാണ്, ഇത് അള്ളാഹിനെ അറിയാനുള്ളൊരു വഴിയാണ്. ഇതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ അറിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ അറിയണം. ചിന്തിക്ക്. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അറിയാൻ നടന്നു, അറിഞ്ഞില്ലെങ്കിലും അറിയാൻ ശ്രമിച്ചാൽ തന്നെ അറിഞ്ഞവനായി. പിന്നെ ഒന്നും പ്രശ്നമില്ല. എന്ത് പ്രശ്നം എല്ലായിടത്തും എന്നാലും പറയാം, നിങ്ങൾ പ്രശ്നത്തിനെ പറ്റി ഒന്ന് പറയുന്നതാണ്. ഇങ്ങനെ നമ്മൾ പോയാൽ പ്രശ്നം എന്ന് പറയുന്ന ആളുകളായി മാറും. അതാണ് വലിയ പ്രശ്നം. ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി പ്രശ്നം എന്ന് പറയേണ്ടി വരുമല്ലോ എന്നതാണ് പ്രശ്നം. അത് വലിയ പ്രശ്നമാണ്. പ്രശ്നമല്ല, ചതിയല്ലേ. ഇത് നമ്മളെ പൗരന്മാരാക്കാതിരിക്കുക എന്നത് ചതിയാണോ അല്ലേ? തീരുമാനിക്കും. എന്നിട്ടേ ബാക്കി വർത്താനുള്ളൂ. നമ്മൾ ഇവിടുത്തെ പൗരന്മാരല്ലേ? അതാദ്യം തീരുമാനിക്കും. നമ്മൾ ഇവിടുത്തെ പൗരന്മാരല്ലേ? പറയും മനുഷ്യന്മാരെ. എൻ്റെ ഉമ്മ എങ്ങനെ പാകിസ്ഥാനിലെ പൗരാകുമോ? എൻ്റെ ഉമ്മക്ക് കോഴിക്കോട്ടങ്ങാടി എന്താണെന്നറിയില്ല. അല്ല, മഞ്ചേരി അങ്ങാടി മര്യാദക്ക് കാണാത്ത മനുഷ്യൻ. അല്ല, എൻ്റെ ഉമ്മക്ക് എന്ത് പാകിസ്ഥാൻ, എന്ത് അതിന് മൂട്ടോടം കുറച്ച് ഇങ്ങനെ അറിയാം. ഒരു അന്തവും ഇല്ല ഇവർക്കെന്ത് പാകിസ്ഥാൻ. അപ്പം നമ്മൾ ഇവിടുത്തെ അല്ലാതാക്കാൻ ശ്രമിക്കൽ ചതിയല്ലേ? അതാദ്യം പറഞ്ഞോളൂ. ചതിയാണോ അല്ലേ? ആണോ അല്ലേ? ആദ്യം അത് തീരുമാനിക്കും. ബാക്കി ഇപ്പം പറഞ്ഞാലേ ബാക്കി ഇപ്പം പറയും. ഇത് ചതിയല്ലേ? ഉറപ്പാ ഇത് ചതിയല്ലേ? ശരി. ചീത്തയായ ചതികൾ ഉണ്ടാക്കുന്നവരുടെ ചതി അവരിലേക്ക് തിരിച്ചു പോകൂ. അപ്പോൾ ഈ ചതി കൊണ്ട് നാളെ അനുഭവിക്കാൻ പോകുന്നത്, ഇന്നെ അനുഭവിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി, അമിത്ഷല്ലേ. നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? നിങ്ങൾക്ക് ഖുർആനിൽ വിശ്വാസമല്ലേ? നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? സമരം ചെയ്യേണ്ട മൂല്യരൻ. സമരം ചെയ്യൽ ജനാധിപത്യ രാജ്യത്തിന് അനിവാര്യതയാണ്. അതൊക്കെ ചെയ്യണം. പക്ഷെ പേടിക്കൊന്നും വേണ്ട. വലാ യഹ്യഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി. ചീത്തയായ ചതി അത് ഉണ്ടാക്കിയവരിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ നമ്മളെ പൗരത്വ സ്ഥാനത്ത് നിന്ന് വെട്ടാൻ ശ്രമിച്ചാൽ നമുക്കൊന്നും പറ ഇല്ല. അങ്ങനെ തന്നെയല്ലേ ആയത്ത്? അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉസ്താദ്മാരെ ആയത്ത്? ഞാൻ മൂത്തേർന്ന് പുതിയ ആയത്ത് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഖുർആനിലെ ഇത് അല്ലാഹുവിന്റെ കരാറല്ലേ? കരാർ എന്നുള്ള പുറകോട്ടുമില്ലല്ലോ. ഇത് അല്ലാഹുവിന്റെ വഅദല്ലേ? വഅദെന്നല്ലേ പുറകോട്ടുള്ളൂ. വഅദ് എന്നുള്ള പുറകോട്ടുമില്ല. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. കരാറെന്ന് പുറകോട്ടുമില്ല. അല്ലാഹുവിന്റെ കരാറാണ്. നിങ്ങൾ ആര് ചതിച്ചാലും അവരിലേക്കേ മടങ്ങും. നിങ്ങൾക്കൊന്നും വരാനില്ല. എന്തെങ്കിലും ബേജാറാണ്? എവിടെയും തന്നെ പറയേണ്ട ആവശ്യമുണ്ടാ? എന്ത് പ്രശ്നം? ഭരണാധികാരം ഏറ്റെടുത്തിട്ട് ഒരു ദിവസം സമാധാനത്തിൽ കടന്നുറങ്ങിയിട്ടില്ല സിദ്ദീഖുൽ അക്ബർ. അഫ്ളലുൻ നാസി ബഅദൽ അംബിയാ സയ്യിദുനാ സിദ്ദീഖ്. പൊക്കിളിന് കൊത്തുകിട്ടി മരിച്ചു. സയ്യിദുനാ ഫാറൂഖ്. വീട് വളഞ്ഞ് കൊന്ന് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാനെ. മലർത്തി കിടത്തിയിട്ട് കഴുത്തിന് തലയും രണ്ടാക്കി കൊന്ന് സയ്യിദുനാ അലിയുൽ മുർത്തളയെ. ആകാശഭൂമികൾക്കിടയിൽ ഈ ആളെക്കാൾ വലിയ മഹാന്മാരില്ല. ആരെക്കാൾ? അമ്പിയാക്കൾ കഴിഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും വലിയ മഹാന്മാർ ആരൊക്കെയാ? ആരൊക്കെയാ? സയ്യിദുനാ സിദ്ദീഖ്, സയ്യിദുനാ ഫാറൂഖ്, സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുനാ അലിയുൽ മുർത്തള. ഇവരോ ഒരു ദിവസം സമാധാനത്തിൽ കടന്നുറങ്ങിയിട്ടില്ല. പിന്നെ നമ്മളിവിടെ കടന്നുറങ്ങും. എന്ത് വർത്താനം ഈ പറയുന്നത്? അതിന് വേറെ ലോകമല്ലേ? അവിടെ പോയി അള്ളാഹു സന്തോഷിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ.